അതുവരെ ഒരു തരം വിഭ്രാന്തിയിൽ നിന്നിരുന്ന തമ്പി പെട്ടെന്ന് ബോധോദയം വന്ന പോലെ കാശിയോടായി ചോദിച്ചു, നിന്റെ പെണ്ണോ? അതെ, എന്റെ പെണ്ണ് തന്നെ, എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടി എന്റെ പെണ്ണ്. അത് പറഞ്ഞ് ഗൗരിയുടെ കഴുത്തിൽ കിടക്കാൻ താലിയാവും പുറത്തേക്കിട്ട് കാണിച്ചു കൊടുത്തു. തമ്പിക്കും ഹേമക്കും ദീപക്കിനും ഒരു നിമിഷം ഭൂമി നിശ്ചലമായെന്ന് തോന്നിപ്പോയി. തങ്ങൾ ഇതുവരെ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയതോർത്ത് അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. വേദനക്കിടയിലും ദീപക്ക് പകയേറിയുന്ന കണ്ണുകളോടെ കാശിയെ നോക്കി. ചതി എന്താ അരവിന്ദ്, താൻ ഞങ്ങൾ ചതിക്കായിരുന്നോ? തമ്പി അരവിന്ദിന് നേരെ അലറിക്കൊണ്ട് ചോദിച്ചു. ചതിക്കാനോ? തമ്പി നീ ഇതെന്തൊക്കെയായി പറയുന്നത്? പിന്നെ അല്ലാതെ, ഞാനും മോനും തന്റെ ഓഫീസിൽ വന്ന് ഗൗരിക്ക് വേണ്ടി എന്റെ മകനെ ആലോചിച്ചല്ലേ? അപ്പൊ താൻ പറഞ്ഞ ആലോചിച്ചിട്ട് പറയുന്നല്ലേ? ഇപ്പൊ ഇതൊക്കെ താൻ മറന്നുപോയോ? അപ്പോഴാണ് അരവിന്ദിന് ആ കാര്യം സത്യത്തിൽ ഓർമ്മ തന്നെ. അതിന് തമ്പി നമ്മളത് ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. താനൊരു പ്രപ്പോസൽ വെച്ചു, ഞാനത് ആലോചിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. തന്നോടൊരിക്കലും ഞാൻ വാക്ക് പറഞ്ഞില്ലല്ലോ. എല്ലാവരോടും ആലോചിച്ചിട്ട് മറുപടി നൽകാമെന്നല്ലേ ഞാനത് പറഞ്ഞ്. സത്യത്തിൽ എനിക്ക് തമ്പിയുടെ അലയൻസായിട്ട് യാതൊരു താല്പര്യമില്ലായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ മകളെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പയ്യനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. അതുകൂടാതെ തന്നെ ഗൗരിക്ക് കാശി ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ അവൾ അവനിൽ നിന്നും വേർപ്പെടുത്തി തൻ്റെ മകന് തരുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇപ്പൊ താൻ അതും പറഞ്ഞാൽ ഒഴിഞ്ഞോ? താൻ കണ്ടില്ലേ തൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ മകൻ്റെ മേലെ കൈവച്ച്? ഞാൻ കണ്ടു. പിന്നെ കാശി ഇപ്പം അടിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മകൻ എന്തെങ്കിലും തോന്നിയാസം പ്രവർത്തിച്ചിട്ടുണ്ടാവും. എൻ്റെ മോളുടെ മേൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ പെരുമാറേണ്ടത് തമ്പി. പിന്നെ നിങ്ങൾ എൻ്റെ അതിഥികളായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക. തമ്പിക്കും ഹേമക്കും അവരോടൊന്നും പറയാനില്ലായിരുന്നു. സത്യത്തിൽ അവർ അപമാനഭാരത്താൽ തനുഭവിക്കേണ്ടി വന്നു. എങ്കിലും തമ്പിക്ക് അരവിന്ദനോട് വല്ലാത്ത ദേഷ്യം തോന്നി. എങ്കിലും അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നീ ഇപ്പൊ വാക്ക് മാറ്റിയാണ് ചെയ്ത അരവിന്ദ്. നിന്നെ ഞാൻ വെറുതെ വിടുന്ന കരുതണ്ട. എന്റെ മകനെ കോമാളിയാക്കിയതിന് നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തമ്പി, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ അരവിന്ദ് പെട്ടെന്നൊരു ദിവസം കോടീശ്വരനായതല്ല. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാ ഞാൻ ഈ കാണുന്ന നിലയിലെത്തിയത്. ഇനിയിപ്പോ എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി തന്റെ മകനായിട്ട് ഞാനൊരു ബന്ധം ഉണ്ടാക്കിയില്ല. അതെന്റെ ഉറപ്പാ. നമുക്ക് കാണാം. നീ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച അവിടെ വരെ എത്തിയെന്നല്ലേ പറഞ്ഞേ. നിന്നെ തിരിച്ച അവസ്ഥയിൽ എത്തിച്ചില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. അതും പറഞ്ഞ് ഹേമയും തമ്പിയും ദീപുവിനടുത്ത് എഴുന്നേൽപ്പിച്ച് നടക്കാനൊരുങ്ങി. തമ്പി സാർ അവിടെ നിന്നേ. കാശി പതിയെ തമ്പിയുടെ അടുക്കിലേക്ക് നീങ്ങുന്നതുകൊണ്ട് പറഞ്ഞു. അങ്കിളിനെ ഇത്രയും ഭീഷണിപ്പെടുത്തി പോവുകയല്ലേ? എന്നത്താൻ ഇതും കൂടി കേട്ടോ. താനോ തൻ്റെ ഒന്ന് നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്ത തൻ്റെ ഈ പൊന്നുമോനുണ്ടല്ലോ, അവനും കൂടി ചേർന്ന് അങ്കിളിനെതിരെ എന്തെങ്കിലും കരുനീക്കം നീക്കിയെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ അങ്കിളായിരിക്കില്ല ചോദിക്കാൻ വരിക, ഈ കാശിനാഥനായിരിക്കും. ഇപ്പൊ മോന്റെ ജീവനെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ട്. അവസാന കാലത്ത് ചിതയിൽ കൊള്ളി വെക്കാൻ പിന്നീട് അവനുണ്ടാവില്ല. അത് ഈ കാശിനാഥൻ ശേഖര തമ്പിക്ക് തരുന്ന വാക്കാണ്. ആ പിന്നെ ദീപക് മോനെ, ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് നീ ഗൗരിയെ കൈവച്ചെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാം, നട്ടിലുള്ള ഏത് ഭർത്താവും ചെയ്യുന്നത് ഞാനും ചെയ്തിട്ടുള്ളൂ. അവൻ തന്റെ മീശൊന്ന് പിരിച്ചു വെച്ച് ദീപകിനോടായി പറഞ്ഞു. കാശിയുടെ വർത്തമാനം കേട്ട ദീപകിന് പറഞ്ഞു കയറി. നിന്നെ ഞാൻ വെറുതെ വിടുന്ന കരുതണ്ട ഗൗരി. അവളെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിന്റെ ചെറുകിൻ കീഴിൽ നിന്ന് കൊണ്ടുപോയിരിക്കവളെ. പറയുന്ന ഈ ദീപക ഓർത്ത് വെച്ചോ കാശിനാഥ. ഇതിനേക്കാൾ വലിയ വലിയ വെല്ലുവിളികൾ നേരിട്ടവനാ ഈ കാശിനാഥൻ. പിന്നെയാ നിന്നെ പോലത്തെ ഒരു പുഴു. ഇനി നീ എന്റെ ഗൗരിയുടെ മുമ്പിലേക്ക് എങ്ങാനും വന്നാ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഓർത്ത് കുറിച്ചു വെച്ചോ നീ. ഈ കാശിനാഥൻ ഒരിക്കലും വെറും വാക്ക് പറയില്ല. ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകളിലെ ഞരമ്പുകളെല്ലാം രക്തവർണ്ണമായി മാറിയിരുന്നു. നമുക്ക് കാണാടാ ആര് ജയിക്കെന്ന്. കാണണം. ഇരുവരും പോരുകോഴികളെ പോലെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. അന്ന് രാത്രി ഗൗരിയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് റൂമിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് പുറകിൽ കൂടെ കാശി വന്ന് അവൾ ഇറുകെ പോണെന്ന്. എന്തുപറ്റി കാശി കണ്ട് ഗൗരിക്കുട്ടിക്ക് ആകെ ഒരു ഗ്ലൂമി ആയിരിക്കുന്നത്. കാശി പതിയെ ഗൗരിയെ പിടിച്ച് തിരിച്ചെടുത്ത് കാണുന്ന നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകളാണ്. അത് കണ്ടെന്ന് കാശിയിലൊരു പരിഭ്രമം ഉടലെടുത്തു. അയ്യോ എന്തുപറ്റി? എന്തിനാ കാശി കണ്ട് ഗൗരിക്ക് അറിയുന്നത്? എന്താടാ? എന്താ മോളെ? കാശിയേട്ടാ, നമുക്ക് മാത്രം എന്താ സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം ദൈവം അനുവദിക്കാത്ത? നമ്മൾ എത്ര കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ഒന്നിച്ചതെന്നറിയോ? എന്നിട്ട് പോലും നമുക്കിടയിൽ എന്താ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? സത്യത്തിൽ എന്താ പറയുക, എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് പേടിയാവുന്നു. കാശിയായിട്ട് എന്നേക്കുമായി എന്നിൽ നിന്ന് അകന്നു പോകുന്നു എനിക്ക് വല്ലാത്തൊരു ഉൾഭയം തോന്നുക. അങ്ങനെ വല്ലതും ഉണ്ടായ പിന്നെ ഈ ഗൗരി ജീവിച്ചിരിക്കില്ല കാശിയേട്ടാ. ഗൗരി, എന്താണ് നീ ഇപ്പോൾ പറഞ്ഞ്? എന്താണെന്ന്? അങ്ങനെ നിനക്ക് വല്ലതും സംഭവിച്ചാൽ പിന്നെ ഞാൻ പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? നിന്നിലേക്ക് ഒരു പ്രശ്നങ്ങളും എത്തില്ല. അങ്ങനെ വല്ലതും ഉണ്ടായാ അതിനെല്ലാം തരണം ചെയ്യാൻ ഈ കാശിനാഥനുണ്ട്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താണ് പറയുന്നതെന്ന്? ദേഷ്യം കൊണ്ട് കാശി അവിടെ ഇരുകൈകളിലും പിടിച്ചമർത്തിക്കൊണ്ട് അവളോടായി ചോദിച്ചു.
താൻ പറഞ്ഞത് അവൻ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഗൗരിക്ക് മനസ്സിലായി. അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയെല്ലാം പറഞ്ഞു പോയതാണ്. കുറ്റബോധത്താൽ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാശിയേട്ട, എൻ്റെ കൈകൾ വേദനിക്കുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോഴാണ് കാശിക്ക് താൻ എന്താണ് ചെയ്തെന്ന ബോധം വന്ന്. അവൻ വേഗം അവളുടെ കൈകളിൽ നിന്ന് തൻ്റെ കൈകൾ പിൻവലിച്ച് തിരിഞ്ഞത് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഗൗരി കാശിയെ പതിയെ പേടിയുണ്ടെങ്കിലും പുറകിലൂടെ ചെന്ന് അവനെ കെട്ടിപ്പുണർന്നു. അവളുടെ ചുടുകണ്ണ് നീർ അവൻ്റെ ടീഷർട്ടിൽ ഇഴുകിച്ചേർന്നു. സോറി കാശിയേട്ട, ഞാനിനി അങ്ങനെയൊന്നും പറയില്ല. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെല്ലാം വന്നു, എനിക്കത് താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് സോറി. ഈ പൊട്ടിപ്പെണ്ണിനോട് ക്ഷമിക്കില്ലേ? അവൻ്റെ ചെറിയൊരു അകൽച്ച പോലും ആ പാവപ്പെണ്ണിന് താങ്ങാൻ സാധിച്ചില്ല. അവൾ അവൻ്റെ പുറത്ത് മുഖമിട്ടൊരുതി ആർത്തു കരഞ്ഞു. ക്ഷണനേരം കൊണ്ട് കാശി ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ആഴ്ന്നിറങ്ങി. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവളുടെ നെറ്റിയിലേക്ക് തൻ്റെ നെറ്റി ചേർത്ത് വെച്ചുകൊണ്ട് അവൻ അവളോട് പറഞ്ഞു, മേലിൽ ഇനി ഇങ്ങനെയൊന്നും പറയില്ല ഗൗരി, എനിക്ക് താങ്ങാൻ പറ്റില്ല. നീ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഈ കാശിനാഥന് ചിന്തിക്കാൻ പോലും പറ്റില്ല മോളെ. കാരണം ഞാൻ നിന്നിലേക്ക് അത്രമേൽ അടിമപ്പെട്ടു പോയി. ഐ ലവ് യു ഗൗരി, ഐ ലവ് യു സോ മച്ച്. ലവ് യു ടു കാശിയേട്ടാ. ഗൗരി, എനിക്ക് വേണം നിന്നെ ഇപ്പോൾ തന്നെ. അതും പറഞ്ഞ് കാശി അവളെ തൻ്റെ ഇരു കൈകളിലുമായി എടുത്തുയർത്തി നേരെ ബെഡ്റൂമിലേക്കായി നടന്നു. കാശി പതിയെ ഗൗരിയുടെ മേലേക്ക് തൻ്റെ ശരീരഭാരം അധികം ഏൽപ്പിക്കാതെ കിടന്നുകൊണ്ട് അവളുടെ അതിരങ്ങളെ ചുംബിച്ചുണർത്തി. അവൻ്റെ വന്യതയാർന്ന ചുംബനം അവൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അവൻ അവിടെ ഇരുമാറുകളെയും ഞെരിച്ചുടച്ചു. വേദനയാൽ അവളുടെ വായിൽ നിന്നൊരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. അവൾ അവളുടെ വായ തുറന്നു അവൻ്റെ നാവ് അവളുടെ നാവുമായി കോർത്തു. നാവുകൾ തമ്മിൽ ഇണചേരുന്ന നാഗങ്ങളെപ്പോലെ പരസ്പരം കോർത്തു. പരസ്പരം എത്ര ചുംബിച്ചിട്ടും അവർക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ ടീഷർട്ട് വലിച്ച് ദൂരേക്ക് എറിഞ്ഞു. ആ സമയം ഗൗരിക്ക് കാശിയുടെ മുഖത്തേക്ക് നോക്കാൻ മടി തോന്നി. നാണത്താൽ അവൾ തൻ്റെ ഇരുകൈകൾ കൊണ്ടും അവളുടെ മാറുകളെ മറച്ചു പിടിച്ച് ചെരിഞ്ഞു കിടന്നു. ഈ സമയം കൊണ്ട് തന്നെ കാശി തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റിയിരുന്നു. അവൻ്റെ കൈകൾ കൊണ്ട് തൻ്റെ ഇന്നറുകൾ ഊരി മാറ്റുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. നാണം കൊണ്ട് ഗൗരി കണ്ണുകൾ രണ്ട് ഇറുകെ പൂട്ടി. തന്നിലൊരു മാറ്റം വരുന്നില്ലെന്ന് കണ്ട ഗൗരി പതിയെ കാശിയെ കണ്ണു തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ തന്നെ അവൻ അവിടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. കാശിയേട്ടാ. അവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ ഓടി അലഞ്ഞു. അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ നാഭിച്ചുഴിയിൽ വിരലുകൾ ആഴ്ത്തി. അവൾ അറിയാതെ ഒന്ന് ഉയർന്ന് പൊന്തിപ്പോയി. അവിടെ നിന്നും അവൻ്റെ കുസൃതി കാട്ടി വീണ്ടും അവളുടെ പെൺമയിലേക്ക് ആഴ്ന്നിറങ്ങി. ഗൗരി പൊള്ളി പിടഞ്ഞു പോയി. അവൻ നൽകുന്ന ഓരോ വേദനയും അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. പതിവിലേറെ ആവേശമുണ്ട് അവനെന്ന് അവൾക്ക് തോന്നിപ്പോയി. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ പറയുന്നൊന്നും അവൻ ശ്രദ്ധിക്കുന്നുകൂടെ ഇല്ലായിരുന്നു. അവൻ അവളെന്ന മാസ്മരിക ലോകത്ത് അടിമപ്പെട്ടു പോയിരുന്നു. തന്നിലേക്ക് അവൻ ഓരോ പ്രാവശ്യവും ശക്തിയോടെ ആഴ്ന്നിറങ്ങുമ്പോഴും അവൾ അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് നിർത്തി. കാശേട്ടാ. ഗൗരി. ആദ്യമായിട്ടാണ് അവളിൽ നിന്നൊരു സീൽക്കാര ശബ്ദം അവൾ കേൾക്കുന്നത്. അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി വന്യമായി അവനെ ചുംബിച്ചു. അവളുടെ ചുംബനത്തിൻ്റെ തീവ്രതയിൽ അവൻ അവളെ തിരിച്ച് ചുംബിച്ചുകൊണ്ടേയിരുന്നു. ചുംബിച്ചുകൊണ്ട് തന്നെ അവൻ അവളിലേക്ക് ഒരു മഴയായി പെയ്തിറങ്ങി. പിന്നീട് തളർന്നുകൊണ്ട് അവളുടെ മാറിൽ തന്നെ അവൻ വിശ്രമം കൊണ്ടു. കാശിയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ഗൗരിക്ക് സാധിച്ചില്ല. അവൾ അത്രയ്ക്ക് തളർന്നു പോയിരുന്നു. അല്പസമയത്തിന് ശേഷമാണ് കാശി അവിടെ മാറിൽ നിന്നും മാറിക്കിടന്നത്. കുറച്ച് സമയത്തേക്ക് അവർ പരസ്പരം സംസാരിച്ചില്ല. പിന്നീട് സംസാരത്തിന് കാശി തന്നെ തുടക്കമിട്ടു. അവൻ താൻ കടിച്ചു പൊട്ടിച്ച് അവളുടെ മാറിലേക്ക് പതിയെ ഒന്ന് തലോടി. സോറി ഗൗരി, ഞാൻ കാശിയേട്ടാ. അവൾ അവൻ്റെ ചുണ്ടിൽ അവളുടെ വിരലുകൾ വെച്ച് അവൻ പറയാൻ വന്ന കാര്യത്തെ തടഞ്ഞു. എന്നോട് സോറി പറയാൻ പാടില്ല, അതെനിക്ക് ഇഷ്ടമല്ല. ഞാനെപ്പോഴും കാശിയേട്ടനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏട്ടൻ്റെ പ്രണയവും വാശിയും കാമവും എല്ലാം ഞാൻ എപ്പോഴും ആസ്വദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ഏട്ടൻ ഒരിക്കലും എന്നോട് സോറി പറയരുത്. അത് കേട്ടതും കാശിയുടെ മനസ്സിലുണ്ടായിരുന്ന കുറ്റബോധം പാടെ മറഞ്ഞുപോയി. ദിവസങ്ങൾ ഓടി മറഞ്ഞു. ഇതിനിടയിൽ ആരവിൻ്റെ അമ്മുവിൻ്റെ വിവാഹം 2 ആഴ്ച കഴിഞ്ഞാൽ നല്ലൊരു മുഹൂർത്തത്തിൽ തീരുമാനിച്ചു. ആദ്യം നിശ്ചയം നടത്താമെന്ന് കരുതിയിരുന്നെങ്കിലും അമ്മുവിൻ്റെ ജാതകത്തിൽ എന്തോ ദോഷമുള്ളതിനാൽ പെട്ടെന്ന് തന്നെ അവർ വിവാഹം നടത്താൻ തീരുമാനിച്ചു. ഇപ്പോൾ മാണിക്യമംഗലം തറവാട് ആരവിൻ്റെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് ഊളിയിട്ടു. ഇന്നാണ് എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഗൗരി കാശിയെയും കാത്ത് തറവാടിൻ്റെ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്.
പെട്ടെന്നാണ് ഒരു കാർ വന്ന് തറവാടിന്റെ മുമ്പിൽ നിർത്തിയത്. ആരാണ് അതിൽ നിന്ന് ഇറങ്ങുന്നതെന്നറിയാൻ ആകാംക്ഷയോടെ ഗൗരി അങ്ങോട്ട് നോക്കിയിരുന്നു. ആദ്യം ഇറങ്ങിയ നിരഞ്ജനായിരുന്നു. പുറകെ അവൻ്റെ അമ്മയും അച്ഛനും സഹോദരിയും ഇറങ്ങി. അവരെ കണ്ടതും ഗൗരി അവർക്കായി ഒരു പുഞ്ചിരി നൽകി അവരകത്തേക്ക് സ്വീകരിച്ചു. നിരഞ്ജന്റെ മുഖത്ത് അപ്പോഴും ഒരു നഷ്ടബോധത്താലുള്ള ഒരു പുഞ്ചിരി അവൾക്കായി വിടർന്നു. പാവം, അത് മനസ്സിലാക്കാൻ നമ്മുടെ ഗൗരിക്ക് ആയില്ലെന്ന് മാത്രം. വീട്ടിലേക്ക് വന്ന അതിഥികളെ തറവാട്ടിലുള്ളവരെല്ലാം നന്നായി തന്നെ സൽക്കരിച്ചു. ഞങ്ങൾ നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു. എൻ്റെ ആരോമോൻ്റെ വിവാഹം നിശ്ചയിച്ചേ. അതെയോ? അപ്പം ഞങ്ങൾ നല്ല സമയത്താണ് ഇങ്ങോട്ടേക്ക് വന്ന്. അതെ അതെ, ഇനി എന്തായാലും വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും തിരിച്ചു പോയാൽ മതി. ഞങ്ങൾ എന്തായാലും ഇപ്പം അടുത്തൊന്നും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. നിരഞ്ജൻ മോൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫറായി. അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു വീടെടുത്ത് ഞങ്ങൾ. അവന് തലീസിൽക്കാരും മടി. അപ്പോൾ കയറി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങ് പോരാന്ന്. ആദ്യം ഇവിടെ നിന്ന് കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാ ഇങ്ങോട്ടേക്ക് ആദ്യം വന്ന്. അതേതായാലും നന്നായി അല്ലേ? അതെ അതെ. അല്ല, ആരോഹി മോൾ എന്താ മിണ്ടാണ്ട് നിൽക്കുന്നത്? അന്ന് നാട്ടിൽ വന്നപ്പോൾ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ. എന്താ ചെയ്യുന്ന കുട്ടി? ഞാനിപ്പോൾ PG പഠിക്കാൻ മുത്തശ്ശി. ആണോ? അപ്പം ഇനി മോളുടെ കോളേജിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാ? അത് അവൾ ഇനി ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ ചേർത്തണമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കോളേജിൽ ചേർത്തോളൂ. അവിടെ ഇപ്പോൾ PG ഉണ്ടല്ലോ. അല്ലേ ആരോ മോനെ? ഉണ്ട് മുത്തശ്ശി, ആരോഗ്യം വേണേ അവിടെ ചേരാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇത്രയും ദിവസമായിട്ട് ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. സത്യത്തിൽ നിങ്ങൾക്കിവിടെ കോളേജിലുള്ള കാര്യം ഞാൻ പറന്നുപോയി. അല്ലേ ആരോഗ്യയുടെ അച്ഛാ? അതെ അതെ, ഇനിയിപ്പോൾ ആ സമസ്യയ്ക്ക് ഒരു പരിഹാരമായല്ലോ. ഈ സമയമെല്ലാം ആരോഹിയുടെ കണ്ണിൽ ആരെയോ തേടി അലയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് തറവാടിന് മുറ്റത്തൊരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം അവരെല്ലാവരും കേട്ടത്. പോലീസ് യൂണിഫോമിൽ അകത്തേക്കായിരുന്ന കാശിയെ കണ്ടതും അവരെല്ലാവരും അവനെ നോക്കി. കാശി അവർക്കെല്ലാവരും പുഞ്ചിരി നൽകി നിരഞ്ജനെ നോക്കി ചിരിച്ചു. ആരോഹിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. അവൾ ആരെയാണോ തേടിയത് അവനെ കണ്ടതിലുള്ള സന്തോഷം അവളുടെ മുഖത്ത് കാണാമായിരുന്നു. കാശി എല്ലാവരുടെ ഒരു കുശലാന്വേഷണം നടത്തി നേരെ മുകളിലേക്ക് കയറി. കാശി പോകുന്ന നോക്കി പുറകെ തന്നെ ഗൗരിയും മുകളിലേക്ക് കയറിപ്പോയി. ഇതെല്ലാം ആരോഹി കാണുന്നുണ്ടായിരുന്നു. അവൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും പതിയെ പുറത്തേക്ക് ഇറങ്ങി. അവൾ ഓർക്കുകയായിരുന്നു ആദ്യമായി കാശിയെ കണ്ട നാൾ. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ തൻ്റെ മനസ്സിൽ കുടിയേറിപ്പോയ പുരുഷരൂപം. കൺകുളിർക്കെ കാണുന്നതിന് മുന്നേ തന്നെ അവൻ തൻ്റെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് തിരിച്ചു പോന്നിരുന്നു. പിന്നീട് അറിഞ്ഞ അവൻ്റെ വിവാഹമാണെന്ന്. ഒരുപാട് കരഞ്ഞു ആ രാത്രി. തനിക്ക് ഈ ജന്മം വിധിക്കപ്പെട്ടതല്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. എങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മനസ്സറിയാതെ തുടികൊട്ടി. തനിക്ക് മാത്രമാണ് അവനോട് പ്രണയമെങ്കിലും അവനൊരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് പോലും. മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്തുന്ന ഒരു മോശം പെണ്ണായി ഈ ആരോഗ്യം ഒരിക്കലും മാറില്ല. എങ്കിലും കണ്ടപ്പോൾ ഒരു സന്തോഷം. അല്ല, നീ ഇവിടെ നിൽക്കണോ? നമുക്ക് ഇറങ്ങണ്ടേ? നിരഞ്ജന്റെ ശബ്ദമാണ് ആരോഹി ആ പഴയ ഓർമ്മകളിൽ തിരിച്ചു കൊണ്ടുവന്നത്. പിന്നീട് നിരഞ്ജനും ഫാമിലി എല്ലാവരും യാത്ര പറഞ്ഞ് തിരികെ അവരുടെ വീട്ടിലേക്ക് പോയി. കഷ്ടമുണ്ട് കേട്ടോ കാശിയേട്ടാ, എത്ര നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത് അറിയോ? ഗൗരി തന്നെ മുഖത്ത് പരിഭവം വരുത്തി കാശിയോടായി പറഞ്ഞു. വേണമെങ്കിൽ എൻ്റെ ഗൗരിക്കുട്ടിയെ, നിനക്കറിയില്ല എൻ്റെ തിരക്ക്. ഇതാ ഒരു 5 മിനിറ്റ്, ഞാൻ വേഗം ഒരുങ്ങി വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ പോവാം. അത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ടവലും എടുത്ത് അവളുടെ വയറിൽ ചെറുതായിട്ടൊന്ന് പിച്ചി അവൻ ഓടി ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഈ കാശിയേട്ടൻ, അവൾ കുറുമ്പാലയൊന്ന് ചിരിച്ചു. കാശി ഒരുങ്ങി വന്നു എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവിടെ തന്നെ ഷോപ്പായ മാണിക്യമംഗലം ടെക്സ്റ്റൈൽസിലേക്ക് പോയി. ഡ്രസ്സ് എടുക്കുന്ന ഒരു അംഗം തന്നെയായിരുന്നു. സ്ത്രീ ജനങ്ങളെല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ പുരുഷന്മാർ അവർക്ക് വേണ്ടത് എടുത്ത് മാറിയിരുന്നു. പിന്നീട് വളരെ വൈകിയാണ് അവരെല്ലാവരും തിരിച്ച് തറവാട്ടിലേക്ക് എത്തിയത്. രാത്രി കാശിയുടെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുമ്പോൾ ഗൗരി അവനോടായി ചോദിച്ചു, കാശിയേട്ടാ, നമുക്കൊരു കുഞ്ഞുവാ വേണ്ടേ? അതുവരെ എന്തോ ആലോചനയായിരുന്ന കാശി പെട്ടെന്ന് അവളുടെ ചോദ്യം കേട്ടതും അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി. എന്തുപറ്റി എൻ്റെ ഗൗരിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ? അത് പിന്നെ അവിടെ ടെക്സ്റ്റൈൽസിൽ നമ്മൾ പോയപ്പോൾ ഒരു കുഞ്ഞുവാവയെ കണ്ടില്ലേ? എന്തൊരു ക്യൂട്ടല്ലേ കാണാൻ. അതുകൊണ്ടപ്പോൾ എനിക്കൊരു വാവയെ വേണം തോന്നി. കുഞ്ഞുകുട്ടികളെ പോലെ കണ്ണുകളെല്ലാം വിടർത്തി പറയുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി. പിന്നീട് ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് കാശി പറഞ്ഞു, എൻ്റെ ഗൗരി, നീ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. ആദ്യം നിൻ്റെ പഠിത്തം അത് കഴിക്കുക, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം കേട്ടല്ലോ. അപ്പോൾ അതൊരു കുഞ്ഞുവാവ വേണ്ടതാണ് പറയുന്നത്? അവൾ അവനെ പരിഭവത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ കുഞ്ഞുങ്ങളെല്ലാം ദൈവം തരുന്നല്ലേ ഗൗരി. നമുക്ക് ദൈവം തരാൻ സമയമായ തന്നിരിക്കും. എൻ്റെ ഗൗരി എന്തായാലും അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അതിനൊക്കെ ഒരു സമയമുണ്ട് മോളെ. അതും പറഞ്ഞ് അവൻ അവളെ ഇറുകെ കെട്ടിപ്പണന്നു ബെഡിലേക്ക് വീണു. ദിവസങ്ങൾ അതിവേഗം ഓടി മറഞ്ഞു. ഇന്നായിരുന്നു ആരവിൻ്റെ അമ്മുവിൻ്റെയും കല്യാണം. ഒരാഘോഷമാക്കി തന്നെ അവരിരുവരുടെയും വിവാഹം നടത്തി. കാശിയുടെ വിവാഹം വളരെ ചുരുക്കിയാണ് കഴിച്ച്. അതുകൊണ്ട് തന്നെ അടുത്ത വിവാഹം ഗംഭീരമായി നടത്തണമെന്ന് മുത്തശ്ശി എല്ലാവരുടെയും പറഞ്ഞിരുന്നു. വിവാഹ സമയത്ത് കാശിയുടെ കണ്ണുകൾ പലപ്പോഴും ഗൗരിയെ തേടി അലഞ്ഞു. വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ഗൗരി പിന്നീട് സാരി ഉടുത്ത്. അതിൻ്റെ ഒരു ഭംഗി അവൾക്ക് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഗൗരിയും പലപ്പോഴും കാശിയുടെ പ്രണയത്താളുടെ നോട്ടം കാണുന്നുണ്ടായിരുന്നു. ആ സമയമെല്ലാം അവളുടെ കവിളുകൾ ചുവപ്പ് രാശി അണിഞ്ഞു.
ഇവരുടെ കളികൾ കണ്ട പല സമയത്തും കാർത്തു ഗൗരിയെ കളിയാക്കും. ആ സമയം ഗൗരിയുടെ ചുണ്ടുകൾ പരിഭവത്താൽ കൂർത്തു വരുന്ന കാണാൻ ഒരു ഭംഗി തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും സത്യത്തിൽ വളരെ ക്ഷീണിതരായി മാറിയിരുന്നു. എല്ലാവരും ഹാളിൽ നിന്ന് വിശ്രമിക്കുമ്പോഴാണ് കാശി താഴേക്ക് ഇറങ്ങി വരുന്ന കാണുന്നത്. എല്ലാവർക്കും തണുത്ത വെള്ളം വിതരണം ചെയ്യുന്ന ഗൗരി പെട്ടെന്ന് അവനെ യൂണിഫോമിൽ കണ്ടതൊന്ന് പതറി. കാരണം അവനൊരാഴ്ചത്തേക്ക് ലീവ് എടുത്തിട്ടുണ്ടെന്ന് ഗൗരിക്ക് അറിയാമായിരുന്നു. എന്താ മോനെ കാശി, നീ ഇപ്പോൾ ഓഫീസിലേക്ക് പോന്ന്? ഒരാഴ്ചത്തേക്ക് ലീവ് പറഞ്ഞല്ലേടാ? അതെ അച്ഛാ, ഞാൻ ഒരാഴ്ചത്തേക്ക് ലീവ് പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ജയിലിയാടിയെന്ന് റിപ്പോർട്ടുണ്ട്. ലീവ് ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ തന്നെ എല്ലാ IPS ഓഫീസർമാരും ജോലിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ആരൊന്നും പറഞ്ഞില്ല. കാരണം കാശിക്ക് ജോലിയുള്ള ആത്മാർത്ഥയെല്ലാം എല്ലാവർക്കും അറിയാമായിരുന്നു. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗൗരിമൊത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സോറിടാ മോളെ, അവനൊരു വിഷമത്തോടെ ഗൗരിയോടായി പറഞ്ഞു. എന്താ കാശിയേട്ടാ, എനിക്കറിയാലോ കാശിയുടെ തിരക്കുകൾ, ഏട്ടൻ പോയിട്ട് വാ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു. ഞാൻ വന്നിട്ട് അവൻ അവളുടെ ചെവിയിലെന്തോ പറഞ്ഞു. ചി പോടുന്നു. ഗൗരി പതി അവനും തള്ളി. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ജീപ്പിൽ കയറിപ്പോയി. ഏകദേശം രാത്രിയായിട്ടും കാശിയെ കാണുന്നില്ലായിരുന്നു. ഗൗരിയുടെ മനസ്സാകെ വല്ലാതെ പരിഭ്രമത്താൽ മൂടുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് തറവാട്ടിലെ ഫോൺ ബെല്ലടിച്ചത്. ആരോചിച്ചെന്ന് ഫോൺ എടുത്തു. മറുതലക്കൽ നിന്ന് കേൾക്കുന്ന വാർത്ത കേട്ടതും അവൻ ഞെട്ടിത്തരിച്ചു പോയി. ആരവിന്റെ അലർച്ച കേട്ട് തറവാട്ടിലുള്ള എല്ലാവരും അവന്റെ അടുക്കിലേക്ക് ഓടിയെത്തി. എന്താടാ മോനെ, എന്താ പറ്റിയത്? ആരാ വിളിച്ചത്? അത് പിന്നെ കാശിയേട്ടൻ. അവൻ വാക്കുകൾക്ക് വേണ്ടി പരതി. അപ്പോഴേക്കും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവൾ ആരവിന്റെ ഇരു ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് അവനോടായി ചോദിച്ചു. പറ ആരവേട്ട, എന്താ സംഭവിച്ചെന്റെ കാശിയേട്ടന്? പറയാൻ അവൾ അവന് നേരെ അലറിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും അജു വന്ന് ആരവിനോട് കാര്യം തിരക്കി. അത് പിന്നെ ഏട്ടാ, കാശിയേട്ട സഞ്ചരിച്ച വാഹനം ഒന്ന് ആക്സിഡന്റ് ആയി. വാട്ട്? അതേട്ടാ, കാശിയേട്ടന് ഋഷിയെല്ലാം ഹോസ്പിറ്റലാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. ഒരു നിമിഷം ഗൗരിക്ക് ഭൂമി നിശ്ചലമായും തോന്നി. അവിടെ തകർന്നുള്ള നിൽപ്പ് കണ്ടതും അജുവിനും മറ്റു കുടുംബാംഗങ്ങൾക്കും ഏറെ വേദന നൽകുന്ന ഒന്നായിരുന്നു. ഒരു നിമിഷം ഗൗരിയുടെ ശ്വാസം നിന്നുപോയെന്ന് പോലും അവിടെയുള്ളവർക്ക് തോന്നി. മോളെ ഗൗരി, ഏട്ടൻ പറയുന്നത് ശ്രദ്ധിക്കുക. കാശിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നീ വേഗം പുറപ്പെടാൻ നോക്ക്. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് തന്നെ പോവാം. ഹാ അജു ഏട്ടാ, നമുക്കിപ്പോൾ തന്നെ പോവാം. എനിക്ക് കാശിയേട്ടനെ കാണാം. ഏട്ടനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അവിടെ ഇരുകണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇല്ലടാ, നമ്മുടെ കാശി സ്ട്രോങ് അല്ലേ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഏട്ടൻ്റെ കുട്ടി ഏട്ടൻ കൊണ്ടുപോയി കാണിക്കാം. അത് പറഞ്ഞ് അവരെല്ലാവരും കാറെടുത്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിലെത്തിയതും റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ കാശിയെ ICUവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അവർ ഡോക്ടർ പുറത്തു വരാൻ വേണ്ടി അക്ഷമരായി കാത്തുനിന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു അവരെല്ലാവരെയും നോക്കി. പിന്നീട് അജുവിനോടായി പറഞ്ഞു. സർ, പേഷ്യൻ്റെ തലക്ക് മാരകമായ ഒരു പരിക്കേറ്റിട്ടുണ്ട്. ചിലപ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവാൻ സാധ്യതയുള്ളതിനാൽ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. ഡോക്ടർ, ഇപ്പോൾ കാശിയുടെ അവസ്ഥ നോക്കൂ അജു സർ, ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 24 hours കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ സാധിക്കൂ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത്രയും നേരം ഡോക്ടറുടെ വാക്കുകൾ ശ്രവിച്ചിരുന്ന ഗൗരി ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണുപോയി. അയ്യോ മോളെ! അപ്പോഴേക്കും ഹോസ്പിറ്റൽ അറ്റൻഡർമാർ വന്ന് ഗൗരിയെ മറ്റൊരു മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. BP ഷൂട്ട് ചെയ്താണോ? ഒന്നും പേടിക്കണ്ട, അല്പസമയം റെസ്റ്റ് എടുക്കട്ടെ. താങ്ക് യു ഡോക്ടർ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഗൗരി കണ്ണുറക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ കാശിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. ഗൗരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ട്രിപ്പിട്ട ക്യാനുല വലിച്ചൂരിയെറിഞ്ഞ് കാശിയുടെ അടുക്കിലേക്ക് ഓടി. ദൂരെ നിന്നും ഗൗരി ഓടി വരുന്നതും അജു ആരവും ചേർന്ന് അവൾ പിടിച്ചു വെച്ച്. അജു ഏട്ടാ, ഞാനൊന്ന് കണ്ടോട്ടെ. എൻ്റെ കാശിയേട്ടന് ഒരുപാട് നൊത്തിയിട്ടുണ്ടാവില്ലേ? എൻ്റെ കാശിയേട്ടന് നല്ല ഏട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് അജുവിനെ കെട്ടിപ്പിടുന്നുകൊണ്ട് ചോദിച്ച്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മോളെ. അവരിപ്പോൾ അവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്കും വരും. നീ ഒന്ന് കരയാണ്ടിരിക്കുക. അജു പതിയെ ഗൗരിയുടെ തലയിൽ തലോടിക്കൊണ്ട് അവളോടായി പറഞ്ഞു. അല്പസമയം കഴിഞ്ഞതും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്ന് സ്ട്രക്ചറിൽ കാശിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഒന്നും അറിയാതെ കണ്ണടച്ച് തലയിൽ വലിയ കെട്ടുമായി കിടക്കുന്ന കാശിയെ കണ്ടതും അവിടെയുള്ള എല്ലാവരുടെയും നെഞ്ചു പിടഞ്ഞു. ഗൗരിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകിക്കൊണ്ടേയിരുന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഗൗരി പകുതിയായി പോയി എന്ന് അവിടെയുള്ളവർക്ക് തോന്നി. ഗൗരി പതിയെ കാശിയെ തൊടാൻ പോയതും നേഴ്സുമാർ അവളെ തടഞ്ഞു. ഇൻഫെക്ഷൻ ആവും മേഡം, അതുകൊണ്ട് പ്ലീസ് ഒന്ന് മാറിക്കാമോ? ഞങ്ങൾ ICUവിലോട്ട് കൊണ്ടുപോട്ടെ. തൻ്റെ പ്രാണൻ സ്ട്രക്ചറിലാകുന്നു പോകുന്നു ഗൗരി നിറഞ്ഞ കണ്ണുകളാലെ നോക്കി നിന്നു. എങ്കിലും അവൾ ഭഗവാനോട് നന്ദി പറഞ്ഞു തൻ്റെ കാശിയേട്ടനെ തിരിച്ചു തന്നത്. ഹോസ്പിറ്റൽ ഡോറിൻ്റെ അങ്ങേയറ്റത്തായി ആരോടോ സംസാരിച്ചിരിക്കുന്ന അമ്മുവിന് അപ്പോഴാണ് ആരോ ശ്രദ്ധിക്കുന്നത്. അവൻ പതിയെ അവളുടെ അടുക്കിലേക്ക് നടന്നു ചെന്നു. അമ്മുവിന് തൻ്റെ പിറകിലാരോ നിൽക്കുന്ന പോലെ തോന്നിയതും അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരവിനെ കണ്ട് അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. എന്താ എന്തെങ്കിലും വേണോ? അമ്മുവിൻ്റെ ചോദ്യം കേട്ടതും ആരവിന് സങ്കടമായി. കാരണം ഇന്ന് അവർ എത്രയോ കാലമായി കാത്തിരുന്ന അവരുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. അമ്മു, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിനക്കൂടെ ദേഷ്യം ഉണ്ടാവൂ? എന്തിനാ ആരവേട്ടനോട് എനിക്ക് ദേഷ്യം? ചോദിക്ക്, പറയാവുന്നതാണ് ഞാൻ പറയാം.
അത് പിന്നെ നിനക്ക് വിഷമമില്ലേ? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ നമ്മളിപ്പോൾ ആശുപത്രിയിലാണ്. അതിനവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ആരവേട്ട, അതാണ് കാര്യം. ശരിയാണ്, നമ്മൾ ആഗ്രഹിച്ച ദിവസമായിരുന്നു ഇന്ന്. പക്ഷെ അതിലുപരി എൻ്റെ ഗൗരിയെ കാണുന്നില്ല ഏട്ടൻ. അവളോടൊന്നും എനിക്ക് ഈ ജീവിതത്തിൽ വലുതായിട്ടൊന്നുമില്ല. കാരണം ഗൗരി എൻ്റെ സുഹൃത്ത് മാത്രമല്ല, എനിക്ക് പറക്കാതെ പോയ കൂടപ്പിറപ്പ് കൂടിയാണ്. അപ്പോൾ ഇനി ഞാനെന്തിനെ വിഷമിക്കുന്നത്? അവിടെ കാശിയായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫസ്നീൻ്റെ കാര്യം തന്നെ ഞാൻ സത്യത്തിൽ മറന്നുപോയിരുന്നു. അവളൊരു കുറുമ്പോടെ അവനോടായി പറഞ്ഞു. ആരവിന് സന്തോഷം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി അവൾ ഇറുകെ കെട്ടിപ്പുണർന്നു. താങ്ക് യു സോ മച്ച് അമ്മു, എന്നെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന്. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു. ഞാനല്ല ആരവേട്ടനോട് താങ്ക്സ് പറയേണ്ടത്, ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് എന്നെ കൈപ്പിടിച്ച് കയറ്റിയതിന്. പിന്നീട് അവർ കുറച്ചു നേരം കൂടി സംസാരിച്ചതിന് ശേഷമാണ് കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് പോയത്. ഡോക്ടർ വരാൻ പറഞ്ഞ പ്രകാരം ആരുവാജുവും കാശിയുടെ അച്ഛനും ഡോക്ടറെ കാണാൻ ഡോക്ടറുടെ ക്യാബിൽ ഇരിക്കുകയായിരുന്നു. വളച്ചിട്ടില്ലാതെ പറയാലോ അജു സർ, കാശി സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഒരു പിടിയുമില്ല. മേജർ സർജറിയാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓർമ്മശക്തി പോവാനും പോവാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഓപ്പറേഷൻ സക്സസ് ആണ്. 24 hours കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുള്ളൂ. അല്ല സർ, നമുക്ക് ആശയം വേറെ എവിടെയെങ്കിലും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയാലോ? ആരോ സർ, ഞങ്ങളിപ്പോൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കിതിൽ പോരായ്മ പോലും തോന്നുകയാണെങ്കിൽ പുറമെ എവിടെയെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ 24 hours കഴിയാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. പിന്നീടുള്ള ഓരോ മണിക്കൂറും ഓരോ യുഗങ്ങളായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഗൗരി വിളിക്കാത്ത ദൈവങ്ങളില്ല. അവൾ വാടിത്തളർന്ന താമരത്തണ്ട് പോലെ അമ്മുവിൻ്റെ തോളിൽ ചാഞ്ഞ് കിടന്നു. നേരം വെളുത്തതും അല്പസമയം കഴിഞ്ഞതും സിസ്റ്റർ ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്നു. എല്ലാവരും അക്ഷമരായി ICUവിന് മുമ്പിൽ കാത്തിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു എല്ലാവരോടും പറഞ്ഞു. നിങ്ങളെല്ലാവരും കുറച്ച് കഴിഞ്ഞ് ICUവിലേക്ക് വരിക. കാശി സാറിൻ്റെ ബോധം തെളിഞ്ഞിട്ടുണ്ട്. ആളെല്ലാവരെയും തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അത് കേട്ടതും അത്രയും നേരം സന്തോഷിച്ചുകൊണ്ടിരുന്ന ഗൗരിയുടെ നെഞ്ച് പടപടാ മിടിക്കാൻ തുടങ്ങി. തറവാട്ടിലുള്ള എല്ലാ അംഗങ്ങളും കാശിക്ക് ചുറ്റുമായി നിരന്നു നിന്നു. കാശി സർ, പതിയൊന്ന് കണ്ണുറക്കൂ. കാശി സർ. ഡോക്ടറുടെ വിളി കേട്ടതും കാശി പതിയെ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. വേദനയാൽ അവൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് ചുളിയുന്നുണ്ടായിരുന്നു. ഗൗരിക്ക് അവൻ്റെ കിടപ്പ് കണ്ടതും തീരെ സഹിക്കാൻ പറ്റിയില്ല. അവളുടെ കണ്ണുകൾ കണ്ണീരാൽ തളം കെട്ടി നിന്നു. കാശി സർ, ഈ കൂടി നിൽക്കുന്നവരെല്ലാം പരിചയമുണ്ടോ? ഒന്ന് നോക്കിയേ. ഡോക്ടർ അങ്ങനെ പറഞ്ഞു. കാശി അവരെല്ലാവരെയും നോക്കി. ഒടുവിൽ ആ നോട്ടം ഗൗരിയിൽ എത്തിച്ചേർന്നു. ഗൗരിക്ക് ടെൻഷൻ അടിച്ച് തൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോയെന്ന് തോന്നിപ്പോയി. നിറഞ്ഞ കണ്ണാലെ അവൾ കാശിയെ നോക്കിക്കൊണ്ടേയിരുന്നു. കാശിയും ഗൗരിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനിൽ നിന്ന് യാതൊരു പ്രതികരണമില്ലെന്ന് കണ്ടതും എല്ലാം തകർന്നവളെപ്പോലെ ഗൗരി പിന്തിരിഞ്ഞ് പോവാനൊരുങ്ങി. പെട്ടെന്നാണ് തൻ്റെ കയ്യിലാരോ പിടിച്ചുപോലെ ഗൗരിക്ക് തോന്നിയത്. അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. ഒട്ടും സമയം പാഴാക്കാതെ അവൾ തിരിഞ്ഞു നോക്കിയതും തൻ്റെ കൈകളിൽ പിടിച്ച് തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന കാശിയെ കണ്ടത് അവൾ പരിസരം മറന്ന് അലറി കരഞ്ഞുപോയി. കാശിയും സന്തോഷത്താൽ കരയുകയായിരുന്നു. ഒരു നിമിഷം അവനും മരണത്തെ മുഖാമുഖം കണ്ട ആ സമയം തൻ്റെ ഗൗരിയിൽ നിന്ന് തന്നെ ദൈവം അടർത്തി മാറ്റുകയാണോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയിരുന്നു. താങ്ക് ഗോഡ്. അജു സർ, നമ്മൾ ഭയപ്പെട്ട പോലെ ഒന്നുമില്ല. കാശി സർ ഈസ് ബാക്ക്. ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് അജുവിനോടായി പറഞ്ഞു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എന്നോടല്ല സർ നന്ദി പറയേണ്ടത്, ഈ കുട്ടിയോടാ. പാവം, ഇവളുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഓർമ്മ നഷ്ടപ്പെടായിരുന്നു. അജു കട്ടിൽ മുഖം മറച്ചു വെച്ചിരുന്ന് കരയുന്ന ഗൗരിയുടെ തലയിൽ പതിയെ തലോടി. ആ സമയമല്ല ഡോക്ടർ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ കാശി ഗൗരിയെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു. അവർക്കൊരു പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് കരുതി അജു ബാക്കിയുള്ള എല്ലാവരെയും കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗൗരി മോളെ, കരയിലടാ. നിന്റെ കാശിയേട്ടനൊന്നും പറ്റിയിട്ടില്ല. നോക്കി, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എന്നെ നോക്ക് ഗൗരി, പ്ലീസ്. അവൻ ഗൗരിയോട് പറയുമ്പോൾ കാശിയുടെ കണ്ടമിടറിയിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ പതിയെ ഗൗരി കാശിയുടെ മുഖത്തേക്ക് നോക്കി. കാശിക ഗൗരിയുടെ കോലം കണ്ട് വല്ലാത്ത സങ്കടം തോന്നി. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തൻ്റെ പെണ്ണാകെ കോലം കിട്ടുപോയി. എന്താടാ, എന്തിനേട്ടൻ്റെ മോളിങ്ങനെ കരയുന്നത്? നിന്റെ കാശിയേട്ടനൊന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ ഗൗരിക്കുട്ടിയെ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു. ഞാൻ പേടിച്ചുപോയി കാശിയേട്ടാ. ഒരു നിമിഷം ഞാൻ ഈ ലോകത്തിൽ തനിച്ചായതുപോലെ തോന്നി. എൻ്റെ കാശിയേട്ടൻ ഇല്ലാതെ പിന്നെ ഈ ഗൗരിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത പോലെ ആയിപ്പോയി. എന്നെ വിട്ട് എങ്ങോട്ട് പോവല്ലേ ഏട്ടാ, ഞാൻ മരിച്ചു പോവും. അവൾ അവനെ ഇറുകിയപ്പെടുന്നുകൊണ്ട് പറഞ്ഞു. എന്തൊക്കെയാ പെണ്ണെ നീ പറയുന്നത്? നിന്റെ കാശിയേട്ടൻ നിന്നെ വിട്ട് എങ്ങോട്ട് പോകാനാ? പിന്നെ നിനക്കറിയില്ലേ എൻ്റെ ജോലിയുടെ റിസ്കിനെ കുറിച്ച്? പോലീസ് ഓഫീസറാകുമ്പോൾ ഇതുപോലത്തെ പല അനുഭവങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വരും. നിന്റെ കാശിയേട്ടനൊരു സൂപ്പർമാനൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യനാണ്.
എത്രയൊക്കെ ധൈര്യം സംഭരിച്ചിരുന്നാലും എവിടെയെങ്കിലും നമ്മളൊന്ന് പാളിപ്പോകുന്നു എത്രയോ സന്ദർഭങ്ങളുണ്ടാവാം. അതുപോലൊരവസ്ഥയിൽ പെട്ടുപോയി ഞാൻ. അത് പറയുമ്പോൾ കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. അയ്യോ കാശിയേട്ടാ, നെറ്റിന്ന് ബ്ലഡ് വരുന്നു. ഏയ് അത് സാരമില്ല, അത് പെട്ടെന്ന് വന്നതായിരിക്കാം. അവൻ ഗൗരിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു. പറ്റില്ല, ഞാൻ അജുവേട്ടനെ പോയി വിളിച്ചു വരാം. അത്രയും പറഞ്ഞ് അവൻ്റെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ അവൾ അജുവിനെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗൗരി പറഞ്ഞു കേട്ടതും അജു ഓടി അകത്തേക്ക് വന്നു. അവൻ നോക്കുമ്പോൾ അവൻ്റെ നെറ്റിയിൽ കിട്ടിയ ബാൻഡേജിൽ നിന്നും ചെറുതായി രക്തം കിരിയുന്നുണ്ടായിരുന്നു. അവൻ കാശിയെ കൂർപ്പിച്ച് നോക്കി. കാശി അജുവിൻ്റെ മുഖത്ത് നോക്കാനുള്ള പേടിയുണ്ട് താഴോട്ട് നോക്കിയിരുന്നു. മോളെ ഗൗരി, ഇത് ഞാൻ ഡോക്ടറോട് പറഞ്ഞോളൂ. മോൾ ഇന്നലെ തൊട്ട് ഒരേ നിൽപ്പ് നിൽക്കല്ലേ, വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വാ. അത് പിന്നെ ഏട്ടാ ഞാൻ... വേണ്ട മോളെ, നീ ഇനി ഒന്നും പറയണ്ട. അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിനക്ക് മനസ്സിലായല്ലോ. മോൾ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഏട്ടൻ പറയുന്ന അനുസരിക്കില്ലേ നീ? ഇഷ്ടമില്ലെങ്കിലും അവൾ അജുവിന് നേരെ തലയാട്ടിക്കൊണ്ട് കാശിയെ നോക്കി. അവൻ കണ്ണുകൊണ്ട് സ്തംഭം നൽകിയതും അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കറിയില്ലേ ശരീരം വല്ലാതെ റൈസായി നിന്റെ സ്റ്റിച്ചിട്ട് മുറിവ് വലിയുന്നു? അത് പിന്നെ ഏട്ടാ സോറി, ഞാൻ കഴിഞ്ഞുപോയ സംഭവങ്ങൾ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് പറ്റിയതാ. സോറി, ഇനി ആവർത്തിക്കില്ല. ഇപ്പം നിന്നെക്കുറിച്ച് മാത്രമല്ല കാശി നീ ആലോചിക്കേണ്ടത്. ആ പോയവളില്ലേ നിന്റെ ഗൗരി, അവളെക്കുറിച്ചും കൂടി ആലോചിക്കുന്നത് നല്ലതാ. നിന്റെ ഈ എടുത്തയാട്ടവും നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം കുറക്കുന്നത് നല്ലതാ. കാരണം ഇപ്പം നീ തനിച്ചല്ല, കൂടെ ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത്. ഞങ്ങൾക്ക് എത്രത്തോളം ടെൻഷൻ അടിച്ചെന്ന് എനിക്കറിയോ. ചത്ത് ജീവിച്ചതാ ആ കുട്ടി. അജുവിന് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. കാരണം ഇന്നലെ അവൻ അത്രക്കും ടെൻഷൻ അടിച്ചിരുന്നു. കാശി എന്ന് പറഞ്ഞാൽ അവൻ അത്രക്കും ജീവനാണ്. അത് കാശിക്കും നന്നായിട്ട് അറിയാം. സോറി ഏട്ടാ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം പ്ലീസ്. ശരി, ഞാൻ സിസ്റ്ററിനെ വിളിച്ച് നിന്റെ മുറിവ് ക്ലീൻ ചെയ്ത് വീണ്ടും ഡ്രസ്സ് ചെയ്ത് തരാൻ പറയാം. അതും പറഞ്ഞ അജു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഏകദേശം 2 ആഴ്ചയോളം കാശിക്ക് ഹോസ്പിറ്റലിൽ തന്നെ കഴിയേണ്ടി വന്നു. ആ സമയമെല്ലാം എപ്പോഴും അവൻ്റെ നിഴൽ പോലെ ഗൗരിയും ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ടും കാശി ഒന്ന് അനങ്ങാൻ പോലും ഗൗരി അനുവദിച്ചില്ല. അവിടെ എല്ലാ ഇഷ്ടത്തിനും കാശിയും നിന്നുകൊടുത്തു. 1 മാസത്തിന് ശേഷം ഇരുൾ വീണ ഗോഡൌണിൻ്റെ വാതിൽ തുറന്നു. കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ രൂപം പതിയെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. ദൂരെ നിന്നും ആരൊരാൾ നടന്നു വരുന്ന അയാൾ കണ്ടു. ബൂട്ട്സിൻ്റെ ശബ്ദം അയാൾക്ക് അടുത്തടുത്തായി വരുന്ന പോലെ തോന്നി. പെട്ടെന്നാണ് ഇരുൾ വീണ ഗോഡൌണിൽ വെളിച്ചം വീണത്. തൻ്റെ മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് കയ്യും കെട്ടി നിൽക്കുന്ന കാശിനാഥനെ കണ്ടത് അയാൾ വിളറി വെളുത്തുപോയി. 1 മാസത്തെ സുഖവാസം എങ്ങനെ ഉണ്ടായിരുന്നു അഗ്നി? അത്രയും നേരം സൗമ്യനായി നിന്ന കാശിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അവൻ അഗ്നിയുടെ ഇരുകവിളിലും മാറി മാറി അടിച്ചു. അഗ്നിക്ക് തൻ്റെ തല പെരുകുന്ന പോലെ തോന്നി. നീ എന്ത് കരുതി? മൻസൂർ അലിയുടെ കൂടെ ചേർന്ന് ഈ കാശിനാഥനെ അങ്ങ് ഉണ്ടാക്കാന്ന് നീ കരുതിയോ? ഇത് കാശിനാഥനാണ് ആ പുള്ളേ, കാശിനാഥൻ. നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന മൻസൂർ അലി എവിടേക്ക് പോയി നിനക്കറിയോ? ഞാനവനെ പറഞ്ഞു വിട്ടു, നരകത്തിലേക്ക്. അത് കേട്ടതും അഗ്നിയുടെ കണ്ണുകളിൽ ഭയം ഇരച്ചു കയറി. അത്രയും നേരം അവൻ കരുതിയത് മൻസൂർ തന്നെ രക്ഷിക്കാൻ വരുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ മൻസൂറിനെ കാശി കൊന്നു എന്നറിഞ്ഞു. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയിൽ നിന്ന് അഗ്നിക്ക് അപ്പോൾ മനസ്സിലായി. ആണുങ്ങളായ മുമ്പേന്ന് കളിക്കണോടാ. നീ എന്ത് കരുതി? പുറകിൽ നിന്നും കാശിയുടെ തലക്കടിച്ചാൽ ഞാനങ്ങ് തീർന്നു പോകുമെന്ന് കരുതിയില്ലടാ ഓരെ. അതിന് നീ ഒന്നുകൂടി ജനിക്കടഗ്നി, എന്നെ കൊല്ലണമെങ്കിൽ. ഞാനങ്ങ് ഇഹലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നിനക്കെൻ്റെ ഗൗരിയെ സ്വന്തമാക്കണം അല്ലടാ. ബോധം മറിഞ്ഞു വീഴുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നടാ നിന്റെ കൊലച്ചിരിയും ആഗ്രഹവും. നീ എന്ത് കരുതി ഞാനൊരു മണ്ടനാണെന്നോ? ശരിയാ, എനിക്കൊരു തെറ്റ് പറ്റി. നിന്നെ ഞാൻ വെറുതെ വിട്ടു, അതും പല പ്രാവശ്യം. ഇനി അത് വേണ്ട. അഗ്നി എന്ന നിന്റെ കരിനിഴൽ ഇനി എൻ്റെ ജീവിതത്തിൽ പാടില്ല. അല്ലെങ്കിലും നാടിനും കുടുംബത്തിനും വേണ്ടാത്ത നിനക്കൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ അർഹതയില്ലടാ. എന്ന് നീ എൻ്റെ ഗൗരിയുടെ മേൽ കണ്ണുവെച്ചോ അന്ന് നിന്റെ ആയുസ് എണ്ണപ്പെട്ട് തുടങ്ങിയതാ. ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതിയാ നിന്നെ ഞാൻ ഒഴിവാക്കി വിട്ടത്. പക്ഷേ നീ മരണം വാങ്ങാൻ വേണ്ടി വീണ്ടും വീണ്ടും എൻ്റെ അടുക്കലേക്ക് തന്നെ എത്തി നിന്നതാ. കാശി, ഡയലോഗ് തീർത്തിട്ട് വേഗം പണി നിൽക്ക്, പോയിട്ട് വേറെ പണിയുള്ളതാ. കാശിയുടെ തൊട്ടുപുറകിൽ നിന്ന് അജുവിൻ്റെ ശബ്ദം കേട്ടതും അഗ്നിക്ക് നേരിയ ആശ്വാസം തോന്നി. അജുവേട്ടാ പ്ലീസ് എന്നെ രക്ഷിക്ക്. മോനെ, എൻ്റെ അനിയനെ കൊല്ലാൻ നോക്കിയും പോരാ, നിന്നെ ഞാൻ രക്ഷിക്കണമെന്നോ? അജുവിൻ്റെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖം കണ്ടത് അഗ്നിയിൽ വീണ്ടും നിരാശ നിറഞ്ഞു. അവൻ തന്നെ മരണത്തെ മുഖാമുഖം കാണുകയായിരുന്നു ആ സമയം. കാശി, നീ ഓർത്തു വെച്ചോ, ഈ ജന്മത്തിൽ നീ എന്നെ കൊന്നാലും അടുത്ത ജന്മം ഒന്നുണ്ടെങ്കിൽ ആ ജന്മത്തിൽ ഗൗരി അവളെൻ്റെ പാതിയായി ജീവിക്കും. അന്ന് അവൾ എൻ്റെ കാൽച്ചൂട്ടിലൊരു പുഴുവായി കിടന്ന് എഴയുന്നു നിനക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ടടാ. ഓർത്തു വെച്ചോ നീ അത്. അത് പറയുമ്പോൾ അഗ്നിയുടെ കണ്ണിൽ പകയുടെ കനൽ എരിയുന്നുണ്ടായിരുന്നു. അഗ്നിയുടെ വായിൽ നിന്ന് തന്നെ ഗൗരിയെക്കുറിച്ചുള്ള നീചമായ വാക്കുകൾ കേട്ടത് കാശിയുടെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുക്കി. എന്തു പറയണം നായ നീ? എൻ്റെ ഗൗരിയെന്ന് എനിക്ക് ഈ ജന്മത്തിനും അടുത്ത ജന്മത്തിനൊന്നല്ല, ഇനിയുള്ള 7 ജന്മങ്ങളും കിട്ടില്ലടാ.
അവൾ ഈ കാശിനാഥന് വേണ്ടി ജനിച്ചവളാ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവളെ നിനക്കും തൊടാൻ പോലും സാധിക്കില്ല. എന്നിട്ട് അവൻ്റെ അടുത്ത ജന്മം, അങ്ങനെ ഒരു അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മവും നീ എൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ കരിനിഴലായി വന്ന അന്ന് എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെ നിന്നെ ഞാൻ തീർത്തിരിക്കും. ഇത് കാശിനാഥന്റെ വാക്കാ, ഓർത്തു വെച്ചോ അഗ്നി. നീ എപ്പോഴും ഇത്. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചാവാൻ പോകുമ്പോഴും നിന്റെ കണ്ണിൽ മരണഭയത്തിന് പകരം ഞാൻ കണ്ടിരിക്കുന്ന പകയാ. ഒരു നിമിഷം നീ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഞാനൊന്ന് മാറി ചിന്തിച്ചേനെ. പക്ഷെ നിനക്ക് യോഗമില്ല ജീവിച്ചിരിക്കാൻ. നിന്റെ നാവ് തന്നെ നിന്നെ ചതിച്ചിരിക്കുന്നു. കാശി പതിയെ അഗ്നിയുടെ തലയിൽ തലോടിക്കൊണ്ട് അവന്റെ പുറകിലേക്ക് നീങ്ങി നിന്നു. അവൻ പതിയെ അഗ്നിയുടെ തല കാശിയുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവന്റെ ചെവിയിലായി പറഞ്ഞു, ഗുഡ് ബൈ മൈ ഡിയർ ബ്രദർ. നീ പറഞ്ഞ പോലെ ഇനിയും ഒരു അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിൽ നമുക്ക് നേരിട്ട് കാണാം. തൻ്റെ കൈയുള്ള കത്തി കൊണ്ട് അഗ്നിയുടെ കഴുത്തിൽ ഒരു വര വരഞ്ഞു കാശി. ഒരു ചെറിയ ഞരക്കത്തോടെ അഗ്നിയുടെ ശരീരത്തിൽ നിന്നും ജീവന്റെ തുടിപ്പ് അകന്നകന്നു പോയി. ഒരാത്മസംതൃപ്തിയോടെ കാശിയും അച്ചുവും നോക്കി നിന്നു. 2 ദിവസത്തിന് ശേഷം അഗ്നിയുടെ ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്നും തലയും ശരീരവും വേർപെട്ട രീതിയിൽ പോലീസ് കണ്ടെടുത്തു. കാശിയുടെ അറിവിന്റെ ഇൻഫ്ലുവൻസിൽ പോലീസ് അഗ്നിയുടെ കേസ് ഒരു ആത്മഹത്യാശ്രമമായി തള്ളിക്കളഞ്ഞു. വിശാലം അഗ്നിയുടെ മരണത്തോടു കൂടി ഒതുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ആരോടൊന്നും സംസാരിക്കാറില്ല. ഭർത്താവ് നേരത്തെ മരിച്ചതിനാൽ ആകെയുള്ള തുണയായിരുന്ന മകനും പോയതോടുകൂടി മുത്തശ്ശി വിശാലത്തെയും ഗായത്രിയും തങ്ങളുടെ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്നു. മറ്റുള്ള ആർക്കും അവരെ കൊണ്ടുവരുന്നതിൽ ഇഷ്ടമല്ലായിരുന്നെങ്കിലും മുത്തശ്ശിയുടെ വാക്കിനെ എതിർക്കാൻ അവിടെയുള്ള കുടുംബാംഗങ്ങൾ മടിച്ചു. അതുകൊണ്ട് തന്നെ അവരാരും അവരോട് രണ്ടുപേരോടും മോശമായി പെരുമാറിയില്ല. ഇന്നേക്ക് അഗ്നി മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ആ സംഭവം മനഃപൂർവ്വം മറയിലേക്ക് വിട്ടുകൊടുത്തു. അല്ലെങ്കിലും അഗ്നിയെക്കുറിച്ച് ഓർത്തു വെക്കാൻ അവർക്കാർക്കും നല്ല കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം ആരോ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നു തങ്ങളുടെ കട്ടിലിരിക്കുന്ന ഗായത്രിയാണ്. അവനൊരു ടർക്കി മാത്രം എടുത്തുണ്ടായിരുന്നു പുറത്തേക്ക് വന്ന്. അതുകൊണ്ട് തന്നെ അവളെ കണ്ടവും വേഗം മറ്റൊരു ടർക്കി എടുത്ത് തൻ്റെ ദേഹം മറച്ചു പിടിച്ചു. ഡീ നീയോ? നീ എന്താ ഇവിടെ? അതെന്ത് ചോദ്യം ആരുവേട്ട? ശരിക്കും ഞാനല്ലായിരുന്നു ഇവിടെ വരേണ്ടത്. എനിക്കറിയാം ആരുവേട്ടന് യുവാത്തിന് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ലെന്ന്. ഇവിടേക്ക് നിർബന്ധത്തിന് വാങ്ങി ആരുവേട്ടൻ യുവാത്തിന് സമ്മതിച്ചല്ലേ? അവളൊരു വശ്യമായ പുഞ്ചിരിയോടെ ആരുവിൻ്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങി. ഡീഡി നീ എങ്ങോട്ട് തള്ളിക്കറന്ന്? അവിടെ നിൽക്കടി. നിനക്ക് നാണല്ലേടി കല്യാണം കഴിഞ്ഞ ഒരു പുരുഷന്റെ മുറിയിലേക്ക് ഇനി ഇടിച്ചു കയറി വരാൻ? അതെങ്ങനെയാ? കുടുംബം മൊത്തം നാണില്ലാത്തവരല്ലേ? ആരോ ഗായത്രി നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു. കാം ഡൗൺ ആരുവേട്ട, എന്തിനെങ്ങനെ റേസ് ആവുന്നു? അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. ഇതൊക്കെ ആണുങ്ങളുടെ ഇടയിൽ നടക്കുന്ന സർവ്വസാധാരണ കാര്യമില്ലേ? ബി കൂൾ ബേബി. ഗായത്രി അത്രയൊക്കെ പറഞ്ഞിട്ടും ആരും ഒന്നും പറയാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകളും തിളങ്ങി. വിചാരിച്ചാലും വേഗത്തിൽ എൻ്റെ ആരുവേട്ടൻ തൻ്റെ വഴിക്ക് വന്നു. എടി അമ്മു, നിനക്ക് ഞാൻ കാണിച്ചു തരാണി ഈ ഗായത്രി ആരാണെന്ന്. ഗായത്രി ആത്മ. ഗായത്രി ആരവിനെ ചുംബിക്കാൻ വേണ്ടി കണ്ണടച്ച് 2 അടി മുമ്പോട്ട് വെച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്.